തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തിരുവമ്പാടി എം.എൽ.എ. സി.കെ. കാസിം മുഖ്യമന്ത്രി വി.ഡി. സതീശന് നിവേദനം നൽകി. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയായിരുന്നു വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ തിരുവമ്പാടി മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം തേടിയാണ് തിരുവമ്പാടി എം.എൽ.എ. സി.കെ. കാസിം മുഖ്യമന്ത്രി വി.ഡി. സതീശന് നിവേദനം നൽകിയത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയായിരുന്നു തൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. മുഖ്യമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രശ്നപരിഹാരം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും സി.കെ. കാസിം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിക്കുമെന്നും പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും സി.കെ. കാസിം പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുൽപ്പാടി പഞ്ചായത്തിലെ മൈലമ്പാറ കണ്ണപ്പുകൊണ്ട് പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം വരെ ഇന്ന് ഒരു സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആനകളുടെയും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെയും ഒക്കെ തന്നെ നിരന്തരമായ കാടിറക്കം മൂലം സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അദ്ദേഹം വളരെ അനുകൂല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഉന്നതതല യോഗം നമുക്ക് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത് ഇതിനൊരു പരിഹാരം, ഒരു പാക്കേജ് ഉണ്ടാക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടുമൃഗങ്ങളോടും കാലാവസ്ഥയോടും പ്രകൃതിയോടും പടവെട്ടി കുടിയേറി പാർത്ത ജനത ഇന്ന് വന്യമൃഗശല്യം കാരണം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. കാട്ടുപന്നി, കാട്ടാന, കടുവ, പുലി, കുരങ്ങ് ഉൾപ്പെടെയുള്ളവ മനുഷ്യജീവനൊപ്പം അവരുടെ കൃഷികൾക്കും വലിയ ഭീഷണിയായി മാറിയിട്ട് വർഷങ്ങളായി. ഇതിനെതിരായി ചെറിയ ചില പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായിട്ടില്ല. കാട്ടുമൃഗശല്യം മൂലം തിരുവമ്പാടി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുടുംബങ്ങളാണ് വീടും കൃഷിസ്ഥലവും ഉപേക്ഷിച്ച് കുടിയിറങ്ങിയത്. മറ്റ് വഴികളില്ലാത്തതിനാൽ മാത്രം ഇപ്പോഴും ജീവൻ പണയം വെച്ച് നിരവധി കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട്. ആദ്യം ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു വന്യമൃഗശല്യമെങ്കിൽ ഇപ്പോൾ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ശല്യം അതിരൂക്ഷമാണ്. പകൽ സമയത്ത് പോലും ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ശല്യം വളർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി.കെ. കാസിം നിവേദനം നൽകിയത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.